ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ രണ്ടായത്തുകളുടെ അവതീർണത ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. അബൂജഹലിൻ്റെ കുടുംബമാണ് ബനു മഖ്സൂം. ഖുറൈശികളിൽ ബനു മഖ്സൂം കുടുംബം അബൂജഹലിൻ്റെ കുടുംബമാണ്. രണ്ട് മഖ്സൂമികളുടെയും വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇതേപോലെ സമാന പ്രതികരണം നടത്തിയ ആളുകൾ വേറെ ഉണ്ടാവും. ഏതായാലും എന്താ വിഷയം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര ശത്രുതയുള്ള കുടുംബമായിരുന്നു ബനു മഖ്സൂം കുടുംബം. ബനു മഖ്സൂം കുടുംബം, മഖ്സൂമികൾ. ഇത് ഖുറൈശികൾപ്പെട്ടൊരു കുടുംബമാണ്, ഖുറൈശികൾപ്പെട്ടവരാണ്. ഖുറൈശികൾ ബനു തൈമുണ്ട്, ബനു അദിയുണ്ട്, ബനു മഖ്സൂമുണ്ട്, ബനു ജമഹുണ്ട്, ബനു സഹമുണ്ട്, ബനു സഹറുണ്ട്. ഇങ്ങനെ പല ഗോത്രങ്ങളാണ് ഖുറൈശികൾ, ഉപഗോത്രങ്ങളാണ്. അതിൽ ബനു മഖ്സൂമിലാണ്, ഇതിലാണ് പിന്നെ അബൂജഹൽ, ഇതിലാണ് ഖാലിദ് ബിനുൽ വലീദ്, ഇതിലാണ് പിന്നെ ഉസ്മാൻ ബിൻ മദ്ഊന്. ഇങ്ങനെയുള്ള സഹാബികളും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ട് അബൂജഹലിനെ പോലുള്ളവരൊക്കെ ഈ ഇതിലാണുള്ളത്. ഖാലിദൊക്കെ ഇസ്ലാം സ്വീകരിച്ചു, ഉസ്മാൻ ബിൻ മദ്ഊൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ പിന്നെ അൽ വലീദ് ബിനുൽ മുഗീറ, അതേപോലെ തന്നെ അബൂജഹൽ, ഇവരൊന്നും ഇസ്ലാം സ്വീകരിച്ചില്ല, വലിയ ശത്രുക്കളായി. അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ഹിന്ദ് ബിന്ത് അബി ഉമയ്യ അൽ മഖ്സൂമിയാണ്, ഈ കുടുംബക്കാരിയാണ് ബനു മഖ്സൂം. ബനു മഖ്സൂമിൽ നല്ലവരുണ്ട്, ബനു മഖ്സൂമിൽ വടക്കുമുണ്ട്. ബനു മഖ്സൂമിൽപ്പെട്ട ആളാണ് അൽ അർഖം ഇബ്നു അബിൽ അർഖം. അൽ അർഖം ഇബ്നു അബിൽ അർഖം. എന്താ ഈ അബുൽ അർഖമിൻ്റെ പ്രത്യേകത? അൽ അർഖമിൻ്റെ പ്രത്യേകത ഈ കുടുംബത്തിലാണ്, മെമ്പറുടെ പേരിലാണ് ആരുള്ളത്? ദാറുൽ അർഖം ഉള്ളത്. ദാറുൽ അർഖം. ഈ ദാറുൽ അർഖം അൽ അർഖം ഇബ്നു അബിൽ അർഖമിൽ മഖ്സൂമിയുടെ വീടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട്ടിലാണ് രഹസ്യമായിട്ട് ദഅവത്ത് നടത്തിയിരുന്നത്. ഇന്ന് സഫാ മർവ ഉണ്ടല്ലോ, സഫാ മർവയുടെ ഇടയിൽ സഫയോട് ചേർന്നായിരുന്നു ദാറുൽ അർഖം ഉണ്ടായിരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്തിനാ? നബിയോട് ദഅവത്തിൽ ഏറ്റവും ശത്രുതയുള്ള കുടുംബാരാ? ബനു മഖ്സൂമാണ്. ഈ ബനു മഖ്സൂമാണ് ഏറ്റവും ശത്രുക്കൾ ദഅവത്തിൽ. കണ്ട, അതിനെക്കുറിച്ചാണ് ഈ ആയത്തും വരുന്നത്. വിശുദ്ധ ഖുർആനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ വർത്തിച്ച എത്രയോ സന്ദർഭങ്ങൾ ഖുറൈശികളുടെ പക്ഷത്തു നിന്നുണ്ട്. അത് അധികവും ഈ ബനു മഖ്സൂമാണ്. അപ്പോൾ ബനു മഖ്സൂമിൽപ്പെട്ട അർഖം ബിൻ അബിൽ അർഖമിൻ്റെ വീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? തിരഞ്ഞെടുക്കാൻ കാരണം എല്ലാവരും വിചാരിച്ചത് ബനു മഖ്സൂമിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കൂല എന്നാണ്, ഒരു ഇസ്ലാമിലേക്ക് വരില്ല എന്നാണ്. അപ്പോൾ പിന്നെ ആരും ദാറുൽ അർഖമിനെ ശ്രദ്ധിക്കൂല. കാരണം എന്താ? അത് മഖ്സൂമികളുടേതാണ്. അപ്പോൾ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഇടം കിട്ടൂല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും വെപ്പ്. അതുകൊണ്ടാണ് ആളുകളുടെ ശ്രദ്ധ കിട്ടാത്ത ദാറുൽ അർഖമിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത്. ഖലാസ്. ഏതായാലും ഈ ബനു മഖ്സൂം കുടുംബത്തിൽപ്പെട്ട രണ്ട് ആളുകളും അബൂജഹലും, മൂന്നാളുകൾ, ഇവരൊരിക്കൽ പറയുകയാണ്, ഇനി കാബയുടെ പരിസരത്ത് മുഹമ്മദ് സുജൂദ് ചെയ്യുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളൊരു കല്ലെടുത്തിട്ട് ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിൻ്റെ തല ഇടിച്ച് ചതക്കും എന്ന് പറയണം. അത് അവിടെ വെച്ച് ഗർജിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിസ്കരിക്കണത് കണ്ട്. അപ്പോൾ ആളുകളും ഇവരുടെ ഈ ഭീഷണി കേട്ട്, അപ്പോൾ ആളുകളൊക്കെ നോക്കിയിരിക്കുകയാണ്. മഖ്സൂമികൾ രണ്ട് പേരും അബൂജഹലും അവർ പറഞ്ഞ ഇത് പ്രകാരം ആദ്യം അബൂജഹൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലാണ്, ഈ കല്ലേറ്റ് നബിയുടെ തല ഇടിച്ച് ചതക്കാനാണ് ചെന്നത്. പക്ഷേ അബൂജഹൽ ചെന്ന പാടെ കല്ലിങ്ങനെ പിടിച്ചിട്ടുള്ളത്, ആ കല്ലോട് കൂടിയിട്ട് എന്ത് ചെയ്തു? മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൈ അനക്കാൻ പറ്റാത്ത വിധം അത് അയാളുടെ ഈ താടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അബൂജഹൽ മടങ്ങിയത്. അബൂജഹൽ മടങ്ങി വന്ന് മഖ്സൂമികളുടെ അടുത്തെത്തിയപ്പോൾ കല്ല് വീണ്. അപ്പോൾ ചോദിച്ച്, പിന്നെ എന്താണ് ചതക്കാതിരുന്നതെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞു, ഞാൻ അവിടെ എത്തിയപ്പോൾ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാനൊന്നും കാണുന്നില്ല. മാത്രമല്ല എൻ്റെ കൈ ഇങ്ങനെ കോറിപ്പോയി, അനങ്ങാൻ പറ്റാതെ കോറിപ്പോയി എന്ന് പറഞ്ഞു അബൂജഹൽ. അപ്പോൾ അടുത്ത മഖ്സൂമി എടുത്തിട്ട് എങ്കിൽ ഞാനത് ചെയ്തു വരാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ അയാൾ ചെന്ന പോലെ തന്നെ ബാക്കിലേക്ക് തിരിച്ചു പോന്ന്. അപ്പോൾ അയാളോട് ചോദിച്ച് എന്തേ ചെയ്യാതിരുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ചെന്നപ്പോൾ മുഹമ്മദിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അവിടെ കാണുന്നില്ല. തങ്ങളെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെയും മുഹമ്മദിൻ്റെയും ഇടയിൽ ഒരു കൂറ്റൻ മൃഗം നിൽക്കുന്നത് പോലെ, ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ ആ കൂറ്റൻ എന്നെ കഥ കഴിച്ചേനെ എന്ന് പറഞ്ഞിട്ട് അയാൾ പേടിച്ചാണ് എന്ത് ചെയ്തത്? അയാൾ മടങ്ങുണ്ടായത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം പിന്നെ തഫ്സീറുകളിൽ കാണാം. ഹാഫിള് സുയൂത്തിയൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ ഈ രണ്ടായത്തുകൾ അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഇറക്കാനുള്ള കാരണം, പ്രത്യേകിച്ച് ഈ രണ്ടായത്തുകൾ. എന്താ ഇതിൽ പറയുന്നത്? ഇന്ന തീർച്ചയായും നാം ജഅൽന ആക്കിയിരിക്കുന്നു ഫി ആനാഖിഹിം അവരുടെ ഉനുക്കുകളിൽ പിരടികളിൽ എന്താക്കിയിരിക്കുന്നു? അഗ്ലാലൻ. അഗ്ലാലൻ ഗുൽ എന്നുള്ളതിൻ്റെ ജമ്മാണ് അഗ്ലാൽ. ഗുൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ കഴുത്തിൽ ചാർത്തുന്ന വളയാണ് ബന്ധനം. ഗുൽ അഗ്ലാൽ കഴുത്തിൽ ഇടുന്ന ബന്ധനം, വിലങ്ങ്. തഫ്സീറുകൾ കാണാം അതിങ്ങനെ പിന്നെ കഴുത്തിലിങ്ങനെ വളച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ രണ്ടിൻ്റെ അറ്റം ദ്വാരമുള്ളതായിരിക്കും. അപ്പോൾ അതിലൊരു ആപ്പ് ആണി അടിച്ചമർത്തുന്ന രീതിയിലുള്ള പിന്നെ ബന്ധനത്തിനാണ് അഗ്ലാൽ എന്ന് പറയുക. ഇന്ന ജഅൽന ഫി ആനാഖിഹിം അവരുടെ ഉനുക്കുകളിൽ നാം ആക്കിയിരിക്കുന്നു അഗ്ലാലൻ ഈ ഗുല്ലുകളെ. ഫഹിയ അതിനാൽ അത്, ഫഹിയ എന്ന് പറഞ്ഞാൽ ഈ ഗുല്ലുകൾ ഇലൽ അദ്ഖാനി ഏത് വരെയുണ്ട്? ദിഖിന് വരെയുണ്ട്. ദിഖിന് എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് താടികളുടെ സംഗമസ്ഥാനാണ് ഈ ദിഖിൻ, അല്ലെങ്കിൽ ദഖിൻ എന്ന് പറയും. ദഖിൻ അദ്ഖാൻ ഈ രണ്ട് താടികളുടെ ഈ പിന്നെ സംഗമസ്ഥാനം, എന്തായാലും പറയാം കീഴ്ത്താടി. ഫഹിയ ഇലൽ അദ്ഖാൻ അത് ദിഖിന് വരെയൊക്കെയുണ്ട്. അപ്പോൾ ഈ കഴുത്തിലുള്ള ഈ ബന്ധനം ഉണ്ടല്ലോ അതിങ്ങനെ പിന്നെ ഈ താടി വരേക്ക് തട്ടി നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഫഹും മുഖ്മഹൂൻ അതിനാൽ ഫഹും അതിനാൽ ഹും അവർ മുഖ്മഹൂൻ. മുഖ്മഹൂൻ എന്ന് പറഞ്ഞാൽ തല ഉയർത്തിയവർ, തല ഉയർത്തിയവർ അല്ലേ. മുഖ്മഹ് എന്ന് പറഞ്ഞെങ്കിൽ തല ഉയർത്തി കണ്ണ് ചിമ്മി നിൽക്കണതിനാണ് പറയാം. തല ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ണ് ചിമ്മി നിൽക്കുന്നതിനാണ് പറയാം മുഖ്മഹൂൻ എന്നുള്ളത്. അപ്പോൾ ഈ ഗുല്ല് അത് ദിഖിന് അല്ലെങ്കിൽ താടി വരെ മുട്ടി നിൽക്കുന്നത് കാരണത്താൽ അത് കാരണത്താൽ ഹും അവർ അള്ളാഹു ആരിലാണ് ഇതാക്കിയത്? അവർ മുഖ്മഹൂൻ തല താഴ്ത്താൻ കഴിയാതെ തല ഉയർത്തിയാണുള്ളത്, തല ഉയർത്തിയാണുള്ളത്. ഒപ്പം കണ്ണ് ചിമ്മിയും. അബൂജഹൽ എറിയാൻ വേണ്ടി വന്നില്ലേ, കല്ലായിട്ട് ഇങ്ങനെയാണ് വന്നത്. കല്ലായിട്ട് ഇങ്ങനെ വന്ന് എറിയാൻ ഭാവിച്ചപ്പോൾ കഴിഞ്ഞില്ല, അനങ്ങാൻ കഴിയണില്ല, കൈ അനക്കാൻ കഴിയണില്ല. അപ്പോൾ അബൂജഹലിനുണ്ടായ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദ ചെയ്യേണ്ടി തിരുനബി കാണാൻ കഴിയണില്ല, കാരണം തല ഉയർത്തിയിട്ടുള്ളത്. കൈ എവിടെയുള്ളത്? കൈ കഴുത്തിലേക്കാണുള്ളത്. കഴുത്തിൽ ഈ ഗുല്ല് ഉള്ളത് പോലെ അല്ലാഹ് പറയണം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. വജഅൽനാ നാം ആക്കുകയും ചെയ്തു മിൻ ബൈനി ഐദീഹിം അവരുടെ മുന്നിൽ. ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ. സദ്ദൻ എന്താ ഈ സദ്? സദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ ഭദ്രമായ മറക്ക് പറയും. അതേപോലെ തന്നെ മതിലിന് പറയും, അണകൾക്ക് പറയും അണ. മാരിബ്, മാരിജല മാരിബ്. ഇന്ന് നമ്മളൊരു സദ്ദിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാകുമല്ലോ. എവിടെ വായിച്ച്? ദുൽഖർനൈൻ്റെ സൂറത്ത് കഹ്ഫിൽ അങ്ങനെ വായിച്ചത്. ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ബൈനനാ വബൈനഹും സദ്ദാ. യഅജൂജ് മഅജൂജിനെ ചെറുക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു അണയുണ്ടാക്കി തരണം എന്നാണ്. അണ എന്ന് പറഞ്ഞെങ്കിൽ അത് ചെറിയ മറയൊന്നുമല്ല, പിന്നെയോ അത് അതിശക്തമായ ഉയരമുള്ള മലയാണ്. അതാണ് ഈ ദാനിയേൽ പർവ്വതങ്ങളെ ഏച്ചു മൂട്ടിയിട്ട് ഈ യജൂജ് മഅജൂജിന് മറികടക്കാൻ കഴിയാത്ത വിധമുള്ള ഉയർന്ന മതിലാണ്. ആ മതിൽ കണ്ടിട്ടാണ് പിന്നെ ചൈനയിലെ വൻമതിൽ നിർമ്മിക്കപ്പെട്ടത്. ഇങ്ങനെ ഇവരെ ചേർക്കാം എന്നുള്ള ഒരു മാതൃക ദുൽഖർനൈനിൽ നിന്ന് പിന്നെ അന്നത്തെ ചൈനീസ് പിന്നീട് വന്ന ചൈനീസ് ഭരണാധികാരി പഠിച്ചിട്ടാണ് ചൈനയിലെ വൻമതിൽ ഉണ്ടാക്കിയത്. അത് പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചൈനയിലെ വൻമതിൽ ഒരു സദ്ദാണ്. പക്ഷേ ആ സദ്ദിനേക്കാൾ വലിയ സദ്ദാണ് ആരുണ്ടാക്കിയത്? ദുൽഖർനൈൻ ഉണ്ടാക്കിയത്. അപ്പോൾ സദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു മറൻ്റെ മാത്രമല്ല, പിന്നെയോ വലിയ മതിലുകൾക്ക് സദ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വജഅൽനാ മിൻ ബൈനി ഐദീഹിം അവരുടെ മുന്നിൽ നാം ഉണ്ടാക്കി സദ്ദൻ ഒരു സദ്ദിനെ, വമിൻ ഖൽഫിഹിം അവരുടെ പിന്നിലും നാം ഉണ്ടാക്കി സദ്ദൻ ഒരു സദ്ദിനെ. അപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുകയാണ്,
മുന്നിൽ ഒരു വലിയ സദ്, ബാക്കിൽ വലിയൊരു സദ്. അയാൾ എന്ത് കാണും? അയാൾക്ക് നേരെ മുന്നിൽ കാണാൻ പറ്റില്ല, താഴേക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല, ചക്രവാളം കാണാൻ പറ്റില്ല അല്ലേ? സദ്. കാരണം എന്താ? ഈ മതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കാണുക? ഒന്നും കാണാൻ പറ്റില്ല. അള്ളാഹു കാക്കട്ടെ. നഊദുബില്ലാ. മാത്രമല്ല ഫഅഗ്ശൈനാഹും, ഈ സദ്ദും മുന്നിലും പിന്നിലും ഉണ്ടെന്ന് മാത്രമല്ല, അഗ്ശൈനാഹും. എന്താ അഗ്ശൈനാഹും? നാം അവരെ മൂടി പൊതിഞ്ഞു. ഫഅഗ്ശൈനാഹും, നാം അവരെ മൂടുകയും ചെയ്തു. ഫഹും ലാ യുബ്സിറൂൻ, അത് കാരണത്താൽ അവർ ലാ യുബ്സിറൂൻ. ലാ യുബ്സിറൂൻ എന്താ? യാതൊന്നും കാണുകയില്ല എന്ന്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറ തീർത്തു. അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ വായിച്ചത്. മഖ്സൂമി അബൂജഹൽ തോറ്റു പോന്നപ്പോൾ പിന്നെ മൂപ്പര കല്ലെടുത്ത് ചെന്നത്. പക്ഷേ മൂപ്പരെടുത്ത് കല്ലെടുത്ത് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. പിന്നെ നബിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെയും ഇടയിൽ ഒരു ഫഹൽ അല്ലേ, ഒരു കൂറ്റൻ അയാളെ നശിപ്പിക്കാനെന്നോണം നിൽക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പിന്നോട്ട് ആഞ്ഞു പോകുന്നത്. അപ്പോൾ അതാണ് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇതിപ്പോൾ നമ്മൾ അബൂജഹലിൻ്റെ വിഷയത്തിലും ബനു മഖ്സൂമിൻ്റെ കൂട്ടത്തിൽ വിഷയത്തിലാണ് പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ ആളുകളായിരുന്നു ഈ ആരിലുണ്ടായത്, അലാ അക്സരിഹിം, ഈ ടീമിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ.